വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണത്തിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി. തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘമാണ് എത്തിയത്. നേരത്തെ 4-അംഗ സമിതി DMEക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. സൂപ്രണ്ടിന്റെ വാർത്താ സമ്മേളനത്തിനിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത്? ഞങ്ങൾ ഈ പറയുന്ന ആശുപത്രി സംരക്ഷണ നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തോ? ഏതെങ്കിലും രോഗിക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പോയോ? ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചു വെച്ചോ? അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഞങ്ങളുടെ കുട്ടികൾ അതൊന്നും ചെയ്തില്ല. അവർ പ്രതിഷേധിച്ചു. അവർ പറഞ്ഞു അത് നമ്മുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. കാരണം അത്രമാത്രം രൂക്ഷമായ ഗൗരവമുള്ള ഒരു വിഷയമാണ്. 5 വർഷം കത്രിക കൊണ്ട് കിടക്കുകയാണ്. ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ. അവരുടെ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഞങ്ങൾ നടത്തിയത്. അല്ലാതെ ഒരു ഗവൺമെന്റിന്റെ അത്തരത്തിൽ നിരുത്തരവാദപരമായ ഉത്തരവാദിത്വം ആയി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു നിഷേധ സമരവും ഞങ്ങളുടെ കുട്ടികൾ ചെയ്തിട്ടില്ല. എന്തായാലും ഈ കുട്ടികളെ മോചിപ്പിക്കുന്നവരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ പോലീസുകാരനായിരിക്കുന്ന ഒരുത്തനെ അയാളുടെ സഹോദരിയുടെ മുമ്പിലോട്ട് ക്രൂരമായിട്ട് ആക്രമിച്ചവർ ബെയിലബിൾ ഒഫൻസ് ഇട്ട് പോയി. ആക്രമിക്കപ്പെട്ട പോലീസുകാരൻ നോൺ ബെയിലബിൾ ആണ്. ഇവിടെ ഒരു സമരത്തിൽ ഉത്തരവാദിത്തമായിട്ട് വന്ന് നിൽക്കുന്ന ആളുകൾ, ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ അവരെ ബലമായിട്ട് പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം എന്താണ്? നിങ്ങൾ കേസെടുക്കുന്നെങ്കിൽ അതിന്റെ രീതിയിൽ പോട്ടെ. ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഭാഗത്തകത്ത് യൂത്ത് കോൺഗ്രസ് സമരം നടക്കുന്നു, പുറത്ത് കോൺഗ്രസിന്റെ പ്രക്ഷോഭം നടക്കുന്നു. കോൺഗ്രസിന്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ആ ഭാഗത്ത് നിന്ന് സമാധാനപരമായി നിൽക്കുന്ന ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും KSU സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഈ നൈഫ് ഉൾപ്പെടെയുള്ളവരെ ഹോസ്പിറ്റലിനകത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോകാം. വിവരങ്ങൾ നൽകാനായി ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസും ഒപ്പം കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യറും ചേരുന്നുണ്ട്. ആദ്യം ഫൈസൽ അസീസിലേക്കാണ്. ഫൈസൽ, ഇന്നലെ രാത്രി ഈ വാർത്ത വന്നത് മുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ കണ്ടു. മന്ത്രി പറയുന്നത് വീഴ്ച സംഭവിച്ചത് ഈ ഡോക്ടർക്കാണെന്ന് പറയുന്നു. ഡോക്ടർ പറയുന്നു, വകുപ്പ് മേധാവി തന്നെ പറയുന്നത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്ന് പറയുന്നു. അതേസമയം ഈ സർജറി ചെയ്ത ഡോക്ടർ പറയുന്നത് നഴ്സിന് സംഭവിച്ച വീഴ്ചയാണെന്ന്. യഥാർത്ഥത്തിൽ എവിടെയാണ്, ആർക്കാണ് വീഴ്ച സംഭവിച്ചത്? ഈ 4-അംഗ സമിതിയുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അതിനിടെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ഫൈസൽ. അനീഷ്, ഏതായാലും ഈ 4-അംഗ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ DMEക്ക് കൈമാറിയിട്ടുണ്ട്. അതായത് ഈ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യമായ സംഭവം എന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. അല്ലാതെ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ DMEക്ക് കൈമാറിയിട്ടുണ്ട്. DME ഇത് കൃത്യമായി പരിശോധിച്ച് അത് സർക്കാരാണ് കൂടുതൽ നടപടി സ്വീകരിക്കേണ്ടത്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ അനീഷ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ സംഘം ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി. അവരും സമഗ്രമായ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ചോദ്യം ചെയ്യേണ്ടവരൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അവർ മടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അതിനിടയിലാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘർഷം നിറഞ്ഞ ഒരു പ്രതിഷേധം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. രോഗികളെയും അവർക്ക് കൂട്ടിരിപ്പിന് വന്നവരെയും ഒക്കെ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ആ ഒരു സംഘർഷം മാറി, ആ ഒരു പ്രതിഷേധം മാറി. വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ പ്രവർത്തകരെ ഈ വാർത്താ സമ്മേളനത്തിനിടെയാണ് ഈ പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. മറ്റൊരു വാതിലൂടെ പോലീസിന്റെയും അതുപോലെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെയും ഒക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് ഈ 3 പ്രവർത്തകർ വാർത്താ സമ്മേളനം നടക്കുന്ന മുറിയിലേക്ക് കയറി വന്നതും അവിടെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. തുടർന്ന് അവരെ വളരെ പണിപ്പെട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തത്. അമ്പലപ്പുഴ സ്റ്റേഷനിലേക്കാണ് അവരെ കൊണ്ടുവന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെ അവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് KPCCയുടെ നേതാക്കൾ ഉൾപ്പെടെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, നേരത്തെ കുത്തിരിപ്പ് സമരം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനിടെ അവർ എല്ലാം ഇപ്പോൾ നേതാക്കൾ അകത്ത് കയറി ഡിവൈഎസ്പിയുമായി സംസാരിക്കുകയാണ്. ഇവരെ എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചതിനു ശേഷം
പുറത്ത് ചോദിച്ചതിനു ശേഷം അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസുകാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അധികൃതർക്ക് എതിരെ അല്ലെങ്കിൽ ഈ സംഭവത്തിനെതിരെ ഇപ്പോൾ ഈ ഉഷയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അത് അവർ പറയുന്നത് തന്നെയാണ്. അതായത് ഈ സംഭവം നടന്നു, ഈ മറ്റൊരു ഡോക്ടറെ ഇവർ കാണിച്ചു. അത് നമ്മുടെ ഇന്നലെ ഉഷ നമ്മളോട് സംസാരിച്ചതാണ്. ഉഷയുടെ ബന്ധു നമ്മളോട് സംസാരിച്ച ബന്ധു ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പരാതി നൽകിയത് എത്തിയിരിക്കുന്നത്. അവർ ഈ മറ്റൊരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ ഈ മണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിളിച്ചു പറയുകയും അവരോട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നലെ അവർ അവിടെ എത്തിയത്. അപ്പോൾ ഈ ഡോക്ടർമാർ, അതായത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇവരോട് പറഞ്ഞത് ഈ സംഭവം പുറത്തു പറയരുത്, നമുക്കിത് പെട്ടെന്ന് തന്നെ ശരിയാക്കാം, സംസാരിച്ചിട്ട് ഞങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യുകയാണ്. ാണ് മനസ്സിലാക്കുന്നത്. ഫൈസൽ സംസാരിച്ചോളൂ. കൺവിൻസ് ചെയ്യുകയായിരുന്നു ഈ ഡോക്ടർ കൺവിൻസ് ചെയ്യുകയായിരുന്നു ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. പിന്നീടാണ് ഇവർ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ആശുപത്രി അധികൃതർക്കെതിരെ, ഡോക്ടർമാർക്കെതിരെ ഇപ്പോൾ പരാതി പോലീസ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ ഡോക്ടർ അന്ന് യൂണിറ്റ് ചീഫായിരുന്ന ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ഈ 5 വർഷമല്ല 20 വർഷം ഈ ഇത്തരത്തിൽ ഉപകരണം വയറ്റിനകത്ത് കിടന്ന ഒരു രോഗിയുടെ വയറ്റിനകത്ത് കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല ഇത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ ഡോക്ടറുടെ ഈ കാര്യങ്ങൾ, ഈ പ്രതികരണം തള്ളിക്കൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. വീണ ജോർജ് പറഞ്ഞത് തന്നെയാണ്, അതായത് ഈ സിസ്റ്റത്തിന്റെ വീഴ്ച, അതിൽ മതിയായ ജീവനക്കാരില്ല എന്നാണെങ്കിൽ എങ്ങനെ ഇവർ ശസ്ത്രക്രിയ നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ എന്ത് പറഞ്ഞാലും സിസ്റ്റത്തിന്റെ വീഴ്ച എന്ന് പറഞ്ഞ് തടി തപ്പാനൊന്നും ആരും ശ്രമിക്കേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ കെ.സി. വേണുഗോപാൽ എം.പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ അമൃത ആശുപത്രിയിലേക്ക് ഉഷ ജോസഫിനെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പൊ അവിടെ ചികിത്സയിൽ തുടരുകയാണ്. അനീഷ്.